friends, welcome to Sushi's Healthy Kitchen. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയ കൂണ് തോരനാണ്. നാട്ടിൽ കൂണെന്ന് പറയും, മലയാളത്തിൽ മഷ്റൂം നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്, മഷ്റൂം തോരൻ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മഷ്റൂം തോരനാണ്. Today I am going to make a very simple Kerala style mushroom stir fry. തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാം, മാക്സിമം എല്ലായിടത്തും മഷ്റൂം മെഴുക്കുവരട്ടിയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ തോരനാണ് കൂടുതൽ ഉണ്ടാക്കാറ്. എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ. Don't forget to subscribe my channel. Thank you so much for watching. Keep sharing. Thank you. Friends, today I am going to make a very healthy, delicious mushroom stir fry in Kerala style. Let's see what the ingredients we required for. 1 packet of mushroom, ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് 2 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഞാനതൊരു ചുമന്നുള്ളി അരിയുന്ന രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്, കാരണം ഞാൻ ചുമന്നുള്ളി അല്ല സവാളയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ചുമന്നുള്ളി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 3-4 ചുമന്നുള്ളി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. നോർമലി കൂണൊക്കെ തോരൻ വെക്കുമ്പോൾ ചുമന്നുള്ളി ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിന് പകരമാണ് ഞാനൊരു 3-4 ചുമന്നുള്ളി ഇതിൻ്റെ കൂടെ ഇട്ടത്. യു ക്യാൻ ആഡ് സ്മോൾ ഷാലറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓണിയൻ. അതുപോലെ നമുക്കിവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് വേണം. തിരുമിയ തേങ്ങ നാട്ടിലൊക്കെ ആകുമ്പോൾ ഫ്രഷ് തേങ്ങ തിരുമിയത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഓഫ് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നമ്മളുടെ പെരിഞ്ജീരകം. ഇതിനൊരു ഇറച്ചിയൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ പെരിഞ്ജീരകമാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് സ്റ്റേറ്റ്സിലോട്ടൊക്കെ ഏത് ജീരകമാണ് യൂസ് ചെയ്യുന്നത് ശരിക്കും എനിക്കറിയില്ല. കടുക് വറക്കാനായിട്ട് വേണ്ടത് അല്പം കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് 1 or 2 ടേബിൾ സ്പൂൺ നമ്മളുടെ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഈ മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വി നീഡ് ടു ക്ലീൻ ദ മഷ്റൂം. പാക്കറ്റിൽ വാങ്ങുന്ന മഷ്റൂമൊക്കെ എല്ലാം നല്ലതായിരിക്കണമെന്നില്ല. അടിയിൽ ചിലപ്പോൾ ഇതിനടിയിലൊക്കെ കേടായ മഷ്റൂമും കാണാം. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് ഈ സ്കിന്നെല്ലാം ഒന്ന് എടുത്തു കളയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ചെറുതായിട്ട് അരിയാൻ. ബാച്ചിലേഴ്സ് ക്യാൻ അവോയ്ഡ് ദിസ് പ്രൊസീജിയർ. ബാച്ചിലേഴ്സിന് ഒരുപാട് അരിയുകയും എടുക്കുകയൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ സ്കിൻ എടുക്കാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളിത് ഒരു മഞ്ഞൾ ശകലം ചേർത്ത വെള്ളത്തിലോട്ട് ഇടുക അരിഞ്ഞ്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നോർമലി ഞാൻ കണ്ടിട്ടുണ്ട് തോരൻ ഒത്തിരി വലുതായിട്ട് അരിയുന്നത് ആൾക്കാർ. ഐ പ്രിഫർ ഈ തോരൻ എപ്പോഴും നമ്മൾ ഒരുപാട് ചെറുതായിട്ട് കുത്തി അരിയുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കംപ്ലീറ്റ് മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു 1/2 സ്പൂൺ നമ്മളുടെ ടെർമറിക് പൗഡർ, മഞ്ഞൾ ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 10 മിനിറ്റ്സ് ആയി. കമ്പിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന മഷ്റൂം ആണെങ്കിലും എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മാറാൻ ഇതൊന്ന് അരിഞ്ഞിട്ട് മഞ്ഞളിട്ട് വെള്ളത്തിലോട്ട് ഒന്നിട്ട് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. കൂണിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്. മഷ്റൂം കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ആഡ് 1 or 2 ടേബിൾ സ്പൂൺ ഓയിൽ. യു ക്യാൻ യൂസ് കോക്കനട്ട് ഓയിൽ ഓർ either എനി വെജിറ്റബിൾ ഓയിൽ. നമുക്ക് ആ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ എന്നിട്ട് നമുക്ക് ആ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചുമന്ന മുളക്, നമ്മളുടെ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. Now add sliced onion. സോട്ടേ വെൽ, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക.
ഇതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും കൂടെ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചുവന്നുള്ളി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 3 to 4 minutes ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റുക സവാള. After frying 3 to 4 minutes in low flame onion, we can add a pinch of black pepper powder. ഒരല്പം കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ആൻഡ് നമ്മളുടെ 1/2 ടീസ്പൂൺ ഗരം മസാല. And then a little bit turmeric powder. Mix well. നല്ലതുപോലെ മിക്സ് ചെയ്യുക. സവാള നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ആദ്യം ആഡ് ചെയ്യാവുന്നതാണ്. We can make lot of things with mushroom. I used to make mushroom masala, mushroom butter, mushroom stir fry, and then mushroom in pizza. എല്ലാത്തിലും നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. Now we can add the grated coconut. നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യുക. ചിലരൊക്കെ നമ്മളുടെ മഷ്റൂം ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് തേങ്ങ ആഡ് ചെയ്യും. ഇവിടെ ഞാൻ തേങ്ങ ആദ്യമേ ആഡ് ചെയ്യുക. സ്പെഷ്യലി ഐ ആം ഡൂയിങ് ദിസ് ഫോർ ബാച്ചിലേഴ്സ്. നമ്മളുടെ തേങ്ങ ചതയ്ക്കുന്നൊന്നുമില്ല ഇവിടെ കേട്ടോ, ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ്. ബാച്ചിലേഴ്സിന് അതൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ കിട്ടുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിട്ട് തിരുമിയ തേങ്ങയാണ്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരല്പം ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് നമ്മളുടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. മഷ്റൂം ആക്ച്വലി ഇത് ഒരുപാടുണ്ടെന്ന് തോന്നും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. പക്ഷെ ഒരു ചൂടായി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിന്റെ 1/4 ആയിട്ട് അങ്ങ് ചുരുങ്ങും. മഷ്റൂം അങ്ങനെയാണ്. തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഫ്രണ്ട്സ് കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, അതിന്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ടേ മഷ്റൂം ആഡ് ചെയ്യാവൂ കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ആക്ച്വലി എൻ്റെ പാൻ ഇച്ചിരി ചെറുതായിപ്പോയി, മഷ്റൂം കൂടുതലാണെന്ന് തോന്നുന്നു ഇളക്കാനായിട്ട്. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുന്നത്. ഇതിപ്പോൾ അങ്ങ് താഴും കേട്ടോ. ഇതിനകത്ത് വെള്ളം ഒരുപാടുണ്ട് മഷ്റൂമിൽ. അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഡോണ്ട് ആഡ് എനി വാട്ടർ ബിക്കോസ് മഷ്റൂം കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു 4 to 5 minutes ഇതൊന്ന് അടച്ചു വെക്കണം. വി ക്യാൻ ക്ലോസ് ദ ലിഡ് ഫോർ 4 to 5 minutes. ദെൻ വി വിൽ ചെക്ക് ഇറ്റ്. അതുപോലെ ഫ്രണ്ട്സ്, വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് വെള്ളം പറ്റിച്ചിട്ട് വേണം വെക്കാനായിട്ടോ. ഒരുപാട് വെള്ളം ഇറങ്ങും മഷ്റൂമിൽ നിന്ന്. അപ്പം നമ്മളുടെ അടിപൊളി മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വന്നത് മഷ്റൂമും വെക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞിരുന്നു ക്ലോസ് ചെയ്ത്. പക്ഷേ മഷ്റൂമിൽ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം വെച്ച് വെള്ളം ഒന്ന് കുറച്ച് പറ്റിയിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിന് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ഒരല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3-4 കരിവേപ്പില വാങ്ങുന്നതിന് മുന്നേ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന്. നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അപ്പം വെളിച്ചെണ്ണ ഇപ്പം ലാസ്റ്റിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്തത്, വെജിറ്റബിൾ ഓയിലാണ്. അതുകൊണ്ട് ഒരു ടേസ്റ്റ് മേക്കറായിട്ടാണ് ഞാനിപ്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാം വെളിച്ചെണ്ണ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. If there is a lot of water in mushroom when you are cooking it, then you can make the flame medium. So friends, hope everyone likes today's video. എല്ലാവർക്കും ഇന്നത്തെ കൂൺ തോരൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. And friends, actually the person who can't understand Malayalam, they can watch out the description box for recipe and method. അപ്പോൾ the person who's learning cooking and all, so especially I'm posting this video for them. ആൻഡ് ബാച്ചിലേഴ്സിന് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന തോരന് അങ്ങനത്തെ വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് അരയ്ക്കുകയും ചതയ്ക്കുകയും ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. Please don't forget to subscribe my channel. Please press the bell icon to get notified whenever I post a new video. Thank you. Eat healthy, stay healthy.